പ്രിയമുള്ളവരെ, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. എന്താണ് നമ്മളിവിടെ മോണിറ്ററിൽ കാണുന്നത്? ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്നാണ്. നമ്മളിപ്പോൾ ഏറ്റവും നന്നായി നമ്മുടെ ചാനലിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻറ്റാണ് MEM, മലയാളം ഇംഗ്ലീഷ് മാത്സിലെ പ്രീവിയസ് ചോദ്യങ്ങളെല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് പരിചയപ്പെടുത്തുന്ന MEM. ഏകദേശം 40ഓളം പാർട്ടുകളായി മാറിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന ഒരു GK ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് ഡിഗ്രി ലെവൽ, 10th മെയിൻസ്, +2 ലെവൽ മുഴുവൻ പരീക്ഷകൾക്കും ഓരോ പരീക്ഷകളിലെയും ഏറ്റവും ഇമ്പോർട്ടൻ്റായി കൂട്ടുകാർ ഒരു പരീക്ഷ നേരിടാൻ പോയപ്പോൾ വിഷമിച്ച് കണ്ട ചോദ്യങ്ങളുടെ എക്സ്പ്ലനേഷൻ പറയുന്ന ഒരു സെഗ്മെൻ്റാണ്. പ്രിയ ഉദ്യോഗാർത്ഥികൾ കോൺസ്റ്റൻ്റായി കൺസിസ്റ്റൻ്റായി ഈ ഒരു സെഗ്മെൻറ്റ് ഫോളോ ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. 2025 നടക്കാൻ പോകുന്ന പരീക്ഷകളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഇതിനകത്തു നിന്ന് കിട്ടുന്നതായിരിക്കും. ഇത് ഈ കഴിഞ്ഞ ഒരു പരീക്ഷയിലെ ചോദ്യപേപ്പറാണ്. ആ ചോദ്യപേപ്പർ ഡിഗ്രി ലെവൽ സ്റ്റേജ് 1 2024 കോമൺ പ്രിലിമിനറി എക്സാമിനേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ, അതിൻ്റെ കോഡ് നമ്പർ 038 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2024 പരീക്ഷ നടന്നത്. പരീക്ഷാ തീയതി 11/5/2024 ഈ പരീക്ഷ നടന്നത്. ഇവിടെ നമ്മൾ ആ ചോദ്യ പേപ്പറിനെ തന്നെ കട്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. 2022 ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്. 2022 ജനുവരി 21 3 സംസ്ഥാനങ്ങൾ അവയുടെ 50ാം സംസ്ഥാന ദിനം ആചരിച്ചു. താഴെ പറയുന്നവയിൽ ഏതാണ് ഈ 3-ൽ ഒന്നല്ലാത്തത്? ഈ ചോദ്യം അങ്ങനെയാണ്. സ്റ്റേറ്റ്മെന്റ്, അവസാനത്തെ സ്റ്റേറ്റ്മെന്റ് കറക്റ്റായിട്ടൊരു അതായത് നമുക്ക് സുഖകരമായി തോന്നുന്നില്ല എങ്കിൽ 3 സംസ്ഥാനങ്ങൾ 2022 ജനുവരി 21 അവരുടെ 50ാമത്തെ സംസ്ഥാന ദിനം ആചരിക്കുകയുണ്ടായി. ആ 3 എണ്ണം ഇതിനകത്തുണ്ട്. ഒരെണ്ണം ഈ പറയുന്ന ദിവസം സംസ്ഥാന ദിനം ആചരിച്ചതല്ല. അത് ഏതാണ് എന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഇതാണ് നമ്മുടെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് നമുക്ക് വരാം. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ ഓപ്ഷനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് മണിപ്പൂര്, മേഘാലയ, നാഗാലാൻഡ്, ത്രിപുര. ഉത്തരം നാഗാലാൻഡ് ആണ്. നമുക്ക് ആകെ 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 28 സംസ്ഥാനങ്ങളാണ് ഇന്ത്യയിൽ നിലവിലുള്ളത്. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. മണിപ്പൂര്, മേഘാലയ, ത്രിപുര എന്നീ സംസ്ഥാനങ്ങളാണ് 2022 ജനുവരി 21 അവരുടെ 50ാമത്തെ സംസ്ഥാന ദിനം ആചരിക്കുന്നത്. ശ്രദ്ധിക്കണം, മേഘാലയ, മണിപ്പൂര്, ത്രിപുര ഈ 3 സംസ്ഥാനങ്ങളാണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, മേഘാലയ, മണിപ്പൂര്, ത്രിപുര എന്ന് പറയുന്ന 3 സംസ്ഥാനങ്ങളാണ് 2022 ജനുവരി 21 50ാമത്തെ സംസ്ഥാന ദിനം ആചരിക്കുന്നത്. നോർത്ത് ഈസ്റ്റ് റീജിയൻ റീഓർഗനൈസേഷൻ ആക്ട് 1971 പ്രകാരം 21, അതായത് 1972 ഈ 3 സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന പദവി നൽകുന്നത്. ഈ 3 സംസ്ഥാനങ്ങൾക്കും സംസ്ഥാന പദവി കിട്ടിയത് 1972 ജാനുവരി 21 അങ്ങനെ നോക്കുമ്പോൾ 50ാമത്തെ സംസ്ഥാന വാർഷികമാണ് ഈ പറയുന്ന ദിവസം നടന്നത്. നാട്ടുരാജ്യങ്ങളായിരുന്ന ത്രിപുരയും മണിപ്പൂരും 1949 ഒക്ടോബറിലാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിച്ചു ചേരുന്നത്. നാട്ടുരാജ്യങ്ങളായിരുന്ന മണിപ്പൂരും ത്രിപുരയും 1949 ഒക്ടോബർ മാസത്തിലാണ് ഇന്ത്യൻ യൂണിയനിൽ സംയോജിക്കുന്നത്. അതേസമയം അപ്പോഴൊക്കെ മേഘാലയ, നമ്മൾ 3 സംസ്ഥാനങ്ങളെ കുറിച്ചാണ് നോക്കുന്നത്, മേഘാലയ, മണിപ്പൂര്, ത്രിപുര. ഇതില് മേഘാലയ അന്ന് ആസമിന്റെ ഭാഗമായിരുന്നു. ആസം എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്നു. 1969 ആസം പുനഃസംഘടനാ നിയമത്തിലൂടെ മേഘാലയയ്ക്ക് സ്വയംഭരണ സംസ്ഥാന അംഗീകാരം ലഭിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ചോദ്യം കാണുന്നതിലൂടെ നമ്മൾ എന്താ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ, ഇനിയും സംസ്ഥാനങ്ങളുടെ രൂപീകരണം നടന്ന വർഷം അല്ലെങ്കിൽ അവരുടെ സംസ്ഥാന ദിനം ഒക്കെ പരീക്ഷയ്ക്ക് ആവർത്തിക്കും. ആ ചോദ്യങ്ങളുടെ ഉത്തരം കൃത്യമായി എഴുതാൻ കഴിയുക എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്.
1970-71 ആ ഒരു കാലയളവിൽ നമ്മുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ പ്രദേശങ്ങളുടെ രാഷ്ട്രീയ പുനഃസംഘടന കൊണ്ട് 1971 നോർത്ത് ഈസ്റ്റേൺ ഏരിയാസ് നിയമം നിലവിൽ വരികയും മേഘാലയയ്ക്ക് സംസ്ഥാന പദവി നൽകുകയും ചെയ്യുന്നു. ഉത്തർപ്രദേശ്, നമുക്ക് ഓരോ സംസ്ഥാനങ്ങളുടെയും 28 സംസ്ഥാനങ്ങളുടെയും രൂപീകൃത അല്ലെങ്കിൽ ആ സംസ്ഥാനങ്ങൾ നിലവിൽ വന്ന വർഷങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഭാഷാടിസ്ഥാനത്തിലാണ് സംസ്ഥാനങ്ങൾ നിലവിൽ വരുന്നത്. നമ്മൾ പോറ്റി ശ്രീരാമലു എന്നൊക്കെ പറഞ്ഞ കുറെ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് പഠിക്കുന്നുണ്ട്. ഇവിടെ ഈ ചോദ്യത്തിന്റെ പ്രാധാന്യം നമുക്ക് ഇതിനകത്ത് നിന്ന് എല്ലാ സംസ്ഥാനങ്ങളുടെയും രൂപീകരണ വർഷം പഠിക്കുക എന്നുള്ളതാണ്. 1950 ജനുവരി 26 ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമായത് എന്ന് പറഞ്ഞു. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഇങ്ങനെ നമ്മൾ പറഞ്ഞു. ബീഹാർ, ഇതെല്ലാം 1956 ജനുവരി 1 മഹാരാഷ്ട്ര, എന്നാൽ ഗുജറാത്ത്, മഹാരാഷ്ട്രയും ഗുജറാത്തും മഹാഗുജറാത്ത് എന്ന് വേണമെങ്കിൽ ഓർത്തു വയ്ക്കാം. എന്താണ് മഹാഗുജറാത്ത്? മഹാരാഷ്ട്ര, ഗുജറാത്ത് 1960 മെയ് 1 മഹാഗുജറാത്ത് 1960 മെയ് 1 അപ്പോ ആ ഓർഡറിൽ തന്നെ നമ്മൾ പഠിച്ചു വരുന്നു. 1956 ജനുവരി 26 ഉത്തർപ്രദേശ്, പിന്നെ ഒരു കൂട്ടം സംസ്ഥാനങ്ങൾ 1956 ജനുവരി 1 ജനുവരി 1 രൂപീകൃതമായ ആ സംസ്ഥാനങ്ങളെല്ലാം നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം. ശ്രദ്ധിക്കേണ്ടത് മഹാരാഷ്ട്ര, ഗുജറാത്ത് സംസ്ഥാനങ്ങൾ 1960 മഹാഗുജറാത്ത് എന്ന് ഓർമ്മിക്കണം, 1960 മെയ് 1 നാഗാലാൻഡ് രൂപീകൃതമായ വർഷം 1963 നമ്മുടെ ലിസ്റ്റിലുണ്ടായിരുന്നു. 1963 ഡിസംബർ മാസം 1 നാഗാലാൻഡ് രൂപീകൃതമായത്. 1963 ഡിസംബർ മാസം 1 എടാ, നമ്മൾ ആദ്യത്തെ ലിസ്റ്റിന്റെ അവിടെ ഒരു 10 വർഷം കൂട്ടിയാൽ കിട്ടുന്നതാണ് ഹരിയാന. നമ്മുടെ കേരളത്തിന്റെ കൂടെ 10 കൂട്ടിയാൽ കേരളം 1956 ആണെങ്കിൽ അതിനോടൊപ്പം 10 കൂട്ടിയാൽ നമുക്ക് 1966 കിട്ടും. നവംബർ 1 തന്നെയാണ്. കേരളത്തിനോടൊപ്പം 10 കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? ഹരിയാന കിട്ടും. ഹരിയാന 1966 നവംബർ 1 രൂപീകൃതമായി. ഹിമാചൽ പ്രദേശ് രൂപീകൃതമാകുന്നത് 1971 ജനുവരി 25 1971 ജനുവരി 25 ഹിമാചൽ പ്രദേശ് രൂപീകൃതമായത്. മണിപ്പൂര്, മേഘാലയ, ത്രിപുര. എന്താണ് മണിപ്പൂര്, മേഘാലയ, ത്രിപുര? നോക്കൂ, ശ്രദ്ധിക്കൂ. മണിപ്പൂര്, മേഘാലയ, ത്രിപുര 1972 ജാനുവരി മാസം 21 ഓക്കെ. മേഘത്തിൽ കാണപ്പെടുന്ന 3 മണികൾ, മേഘം, മേഘാലയ, മണിപ്പൂര്, ത്രീ എന്ന് പറഞ്ഞാൽ 3 എണ്ണം. അപ്പോ മേഘത്തിൽ കാണപ്പെടുന്ന, മേഘത്തിലുള്ള എന്ന് വേണമെങ്കിൽ പഠിക്കാം. മേഘത്തിലെ 3 മണികൾ 1972 ജനുവരി 21 രൂപീകൃതമായി. ഇവിടെ നിന്നാണ് അവർ 2024 ആ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ആ ഒരു ചോദ്യത്തെ തിരഞ്ഞെടുത്തത്. സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലിസ്റ്റാണ്. നമുക്ക് ഇതിനെ ഇവിടെ കാണാൻ കഴിയുക. സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനം 1975 മെയ് മാസം 16 ഈ ലിസ്റ്റെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാവണം. വരുന്ന പരീക്ഷകളിൽ ഈ ചോദ്യം കൊണ്ട് PSC നമ്മുടെ അടുത്ത് വന്നാൽ നമ്മൾ അതിനെ തോപ്പിക്കണം. 1975 മെയ് 16 സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകൃതമാകുന്നത്. മിസോറാം 1987 ഫെബ്രുവരി 20 2 സംസ്ഥാനങ്ങൾ രൂപീകൃതമാകുന്നു. ഒന്ന് അരുണാചൽ പ്രദേശും, 2 മിസോറാമും. അരുണാചൽ പ്രദേശും മിസോറാം എന്ന് പറയുന്ന 2 സംസ്ഥാനങ്ങൾ രൂപീകൃതമായത് 1987 ഫെബ്രുവരി 20 ഗോവ സംസ്ഥാനം രൂപീകൃതമാകുന്നത് 1987 1987 മെയ് 30 ഏത് സംസ്ഥാനം രൂപീകൃതമാകുന്നത്? ഗോവ സംസ്ഥാനം. ഛത്തീസ്ഗഡ് 2000 ഉത്തരാഖണ്ഡും 2000 ഛത്തീസ്ഗഡും ഉത്തരാഖണ്ഡും രൂപീകൃതമാകുന്നത് 2000 നവംബർ 1
2000 നവംബർ 1 ഛത്തീസ്ഗഡ് രൂപീകൃതമാകുന്നതെങ്കിൽ ഉത്തരാഖണ്ഡ് രൂപീകൃതമാകുന്നത് നവംബർ 9 ഛത്തീസ്ഗഡും ഉത്തരാഖണ്ഡും രൂപീകൃതമാകുന്നത് ഒരേ വർഷം തന്നെയാണ്. ഛത്തീസ്ഗഡ് 2000-ലും എന്നാൽ ഉത്തരാഖണ്ഡ് 2000 നവംബർ 9-നും. എന്നാൽ ജാർഖണ്ഡ് രൂപീകൃതമാകുന്നത് നവംബർ 15-നുമാണ്. മൂന്നും കൂടി ചേർത്ത് പഠിക്കണം. ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ്, ജാർഖണ്ഡ്. എന്നാൽ ഏറ്റവും അവസാനമായി രൂപീകൃതമായ സംസ്ഥാനമാണ് 2014 രൂപീകൃതമായ സംസ്ഥാനമാണ് തെലങ്കാന സംസ്ഥാനം. അത് ജൂൺ 2 ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ഈ ഒരു സംസ്ഥാനം രൂപീകൃതമാകുന്നത്. തെലങ്കാന സംസ്ഥാനം 2014 ജൂൺ 2 എൻ്റെ പൊന്നുപിള്ളാരെ, ഈ ചോദ്യങ്ങൾ നമ്മളെ ഇനി കബളിപ്പിക്കാനോ നമ്മുടെ മാർക്കിനെ തട്ടിയെടുക്കാനോ നമ്മുടെ ജോലിയെ നഷ്ടപ്പെടുത്തുവാനോ കാരണമാകരുത് എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്ന സെഗ്മെന്റ് നമ്മൾ ഇന്ന് ആദ്യത്തെ ക്ലാസ് തുടങ്ങുന്നത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വ്യാവസായികവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിന് ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാണ്? മോത്തിലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, BG തിലക്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇത് ഏതാണ് ശരിയായ ഉത്തരം? ഇവിടെ ശരിയായ ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ആണ്. വ്യാവസായവൽക്കരണത്തിന്റെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വികസനത്തിനൊരു പദ്ധതി തയ്യാറാക്കുന്നതിനായി 1938 ദേശീയ ആസൂത്രണ സമിതി അല്ലെങ്കിൽ ആസൂത്രണ കമ്മീഷന്റെ മുൻഗാമി ഇത് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചത് ആരാന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയണം, സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഇനി നമുക്ക് അതിന്റെ ബാക്കി ഡീറ്റെയിൽസിലോട്ട് വരാം. 1938 ഒക്ടോബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? 1938 എന്ന് കേൾക്കുമ്പോൾ തന്നെ അന്ന് INCയുടെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. അന്ന് ഈ ഒരു വർഷം ചില സംഭവ വികാസങ്ങൾ 37-38 കാലഘട്ടങ്ങളിൽ INCയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ സുഭാഷ് ചന്ദ്രബോസുമായി ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അന്നാണ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ദേശീയ ആസൂത്രണ സമിതി ദ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സ്ഥാപിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ആണ് 1938 INCയുടെ പ്രസിഡന്റ്. 1938 ഒക്ടോബറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി നിന്നുകൊണ്ട് അദ്ദേഹമാണ് ഈ ദേശീയ ആസൂത്രണ കമ്മിറ്റി അല്ലെങ്കിൽ ദേശീയ ആസൂത്രണ സമിതി സ്ഥാപിക്കുന്നത്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ വ്യാവസായങ്ങളുടെ പുരോഗതിയാണ്. ഇന്ത്യയിലെ ഇൻഡസ്ട്രിയൽ ഇംപ്രൂവ്മെന്റ് ആണ് ഈ ഒരു ദേശീയ ആസൂത്രണ സമിതി കൊണ്ട് ലക്ഷ്യമിടുന്നത് എന്ന്. ഇതിനകത്ത് അംഗങ്ങളുടെ എണ്ണം 10, ചെയർമാനെ കൂടാതെ ഇതിനകത്ത് അംഗങ്ങളുടെ എണ്ണം 10 ഈ ദേശീയ ആസൂത്രണ സമിതിയിലെ പ്രധാനപ്പെട്ട അംഗങ്ങളായിരുന്നു M വിശ്വേശ്വരയ്യ, പുരുഷോത്തം ദാസ് താക്കൂർ ദാസ്, അതുപോലെ തന്നെ മേഘനാഥ് സാഹ, അമ്പലൻ സാരാഭായി. ഇതെല്ലാം അതിൻ്റെ അംഗങ്ങളായിരുന്നു എന്നതാണ്. കേന്ദ്ര മന്ത്രിസഭ ഒരു പ്രമേയത്തിലൂടെ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയ വർഷം 1950 മാർച്ച് 15 ഈ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ നിലവിലെ നീതി ആയോഗ്, ഇപ്പൊ നമ്മൾ നീതി ആയോഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ ഈ പ്ലാനിംഗ് കമ്മീഷൻ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ ഇപ്പോഴുള്ള നീതി ആയോഗായി മാറുന്നത് 2015 ജനുവരി 1 ഇതിലെ ആദ്യത്തെ അധ്യക്ഷൻ, ദേശീയ ആസൂത്രണ സമിതി ഉണ്ടായിരുന്ന സമയത്ത് ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ജവഹർലാൽ നെഹ്റു. ആദ്യമായിട്ട് 1938 ഈ ആസൂത്രണ കമ്മീഷൻ വരുന്നത്, ദേശീയ ആസൂത്രണ കമ്മീഷൻ വരുന്നത്. അന്ന് ഇതിന്റെ പ്രഥമ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ്. ആദ്യ സമ്മേളനം നടന്നത് 1938 ഡിസംബർ 17 ബോംബെയിൽ വെച്ചാണ് ദേശീയ ആസൂത്രണ കമ്മീഷന്റെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്. ഇന്ത്യയിൽ ശ്രദ്ധിക്കുക, ഇന്ത്യയുടെ എക്കണോമിക്, കൾച്ചർ, സ്പിരിച്വൽ ഡെവലപ്മെന്റിന് വേണ്ടി പദ്ധതികൾ തയ്യാറാക്കുന്നതിന് ആസൂത്രണ കമ്മിറ്റി അല്ലെങ്കിൽ ആസൂത്രണ സമിതി സബ് കമ്മിറ്റികൾക്ക് രൂപം നൽകിയിരുന്നു. ഓക്കെ, അടുത്തത് ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യയുടെ വികസന മുരടിപ്പും എങ്ങനെ തരണം ചെയ്യാം എന്ന് ചർച്ച ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്ന വർഷം 1931 കറാച്ചി സമ്മേളനം. ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ചൂഷണവും ഇന്ത്യക്കകത്ത് വികസനം നടക്കുന്നില്ല, വികസന മുരടിപ്പുണ്ട്, ഇതെല്ലാം എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ചർച്ചയ്ക്കെടുക്കുന്ന വർഷം 1931 കറാച്ചി സമ്മേളനത്തിലാണ്. 1944
ഇന്ത്യയിലെ ഒരു സംഘം വ്യവസായികൾ ബോംബെ നഗരത്തിൽ സമ്മേളിച്ച് ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ പദ്ധതിയാണ് ബോംബെ പദ്ധതി. ബോംബെ പദ്ധതി എന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ വികസനം നടക്കാതെ മുരടിച്ചിരുന്ന ഒരു കാലയളവിൽ 1944 ഒരു സംഘം വ്യവസായികൾ ചേർന്നുകൊണ്ട് ബോംബെ എന്ന് പറയുന്ന ഒരു വലിയ നഗരത്തിൽ സമ്മേളിക്കുകയും ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ബോംബെ പദ്ധതി എന്ന് പറയുന്നത്. ഓക്കെ, പ്രമുഖമായ സാമൂഹ്യ പ്രവർത്തകനായ എം.എൻ. റോയ് ആവിഷ്കരിച്ച പീപ്പിൾസ് പ്ലാൻ ജനകീയ പദ്ധതി ഇന്ത്യയുടെ ആസൂത്രണ ആശയങ്ങൾക്ക് കരുത്തേകുന്നു. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിയാണ് വിശ്വേശ്വരയ്യ. ഇന്ത്യൻ സാമ്പത്തികമായ പ്ലാനിങ്ങിന്, ഇന്ത്യൻ എക്കണോമിക്കൽ പ്ലാനിങ്ങിന് വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയ വ്യക്തിയാണ് എം വിശ്വേശ്വരയ്യ എന്ന് കേൾക്കണം. അതായത് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്, ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ പിതാവ്, ഫാദർ ഓഫ് ഇന്ത്യൻ പ്ലാനിങ് എം വിശ്വേശ്വരയ്യ എന്നറിയപ്പെടുന്നു. ഓക്കെ, എന്നാൽ ഇന്ത്യയുടെ ആസൂത്രിത സമ്പദ് വ്യവസ്ഥ എന്ന ഒരു വളരെ പ്രശസ്തമായ പ്ലാൻഡ് എക്കണോമി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ പുസ്തകം എഴുതിയ ആളിന്റെ പേരാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിശ്വേശ്വരയ്യ. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിച്ച വർഷം 1948 ശ്രദ്ധിക്കണം, ആസൂത്രണത്തിലൂടെ ഇന്ത്യയുടെ വികസനം എന്ന ലക്ഷ്യത്തിന് കരുത്തേകിയത് 1948 വ്യാവസായിക നയം ആണ്. നീതി ആയോഗിനെ കുറിച്ച് നമ്മൾ എക്കണോമിക്സിന് അത് വ്യക്തമായി പഠിക്കുന്നുണ്ട്. പക്ഷേ 1938 ഈ ഒരു ആസൂത്രണ കമ്മീഷന്റെ തരിമ്പുകൾ INC-യിലൂടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് സുഭാഷ് ചന്ദ്രബോസ് ശ്രമിക്കുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു ചോദ്യത്തിലൂടെ പഠിച്ചെടുക്കേണ്ടത്. അതുമായി ബന്ധപ്പെട്ട കുറേ ഫാക്റ്റുകളാണ് നമ്മളിപ്പോൾ ക്ലാസ്സിൽ കേട്ടത്. ബോംബെ പദ്ധതിയെ കുറിച്ച് കേട്ടു, അതേപോലെ തന്നെ ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വിശ്വേശ്വരയ്യയുടെ കോൺട്രിബ്യൂഷനുകളെ കുറിച്ച് നമ്മൾ ക്ലാസ്സിനകത്ത് പറഞ്ഞു. സ്വതന്ത്ര ഭാരതത്തിൽ ആദ്യമായി വ്യാവസായിക നയം രൂപീകരിക്കുന്ന വർഷം 1948 എന്നും പറയുന്നു. അപ്പോൾ 2 ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റിലൂടെ നോക്കിയെടുത്തത്. സംസ്ഥാനങ്ങളുടെ എല്ലാം രൂപീകരണ വർഷം കൃത്യമായി എഴുതി പഠിക്കുക. 28 സംസ്ഥാനങ്ങളുടെയും രൂപീകരണ വർഷം നമ്മൾ വ്യക്തമായി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പോയിന്റ് പോലും ഇതിനകത്ത് നിന്ന് വിട്ടുപോകരുത്, നന്നായി പഠിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇതിനകത്ത് എല്ലാ സുഹൃത്തുക്കളോടും ഇങ്ങനൊരു സെഗ്മെന്റിനെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഏറ്റവും വലിയ, നമുക്ക് അടുത്ത ദിവസവും ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 2ാമത്തെ സെഗ്മെന്റുമായി വരാനുള്ള എനർജി നിങ്ങളുടെ ഒരു കമന്റ് ആണ്, നിങ്ങളുടെ ഷെയർ ആണ്, നിങ്ങളുടെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതുകൊണ്ട് ഇതിനൊന്നും ഒരു കുറവ് വരുത്തരുത്. നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ബൈ ബൈ.